ദിവസം ക്ഷേത്ര ദർശനത്തിൽ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ആറ്റുകാൽ ക്ഷേത്രം. നാട്ടിൽ വന്നിട്ട് ഇവിടെ പോയില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനാണ്? പണ്ടത്തെ പോലെ മൊബൈലും കാര്യങ്ങളൊന്നും നമുക്ക് അകത്തോണ്ട് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അവിടെ തന്നെ അവർ മൊബൈൽ കൊടുക്കാം. നമ്മൾ ടോക്കൺ കൊടുത്ത് മൊബൈൽ ഏൽപ്പിച്ചിട്ട് അകത്ത് പോയി തൊഴുത് വന്നതിന് ശേഷം നമുക്ക് മൊബൈലും വാങ്ങിച്ച് തിരിച്ചു പോരാം. അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ ദേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടും ലുലു മോളിലോട്ടാണ്. നേരെ കൊണ്ടുപോയി വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ച് നേരെ മോളിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. നമ്മൾ അതുവഴി കയറുകയാണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് കയറുന്നത് ആദ്യം തന്നെ നമ്മുടെ ലുലു മാർക്കറ്റ് ഏരിയയിലോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അതിന് മുമ്പ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെന്ന് കയറുന്നത് തന്നെ ലുലു മാർക്കറ്റാണ്. എല്ലാവർക്കും അറിയാം, പോയിട്ടുള്ളവരും ഉണ്ടാവും. എന്നാലും എൻ്റെ വക ഒരു വേർഷൻ കിടക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. എവിടെ പോയാലും ആൾക്കാർ ഇവിടെ മാത്രമാണ് കയറുന്നത്. അത് ഞാൻ മാത്രമാണോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലായിടവും വെറുതെ പോകും. പിന്നെ ആൾക്കാർ കയറുന്ന ലുലു മാർക്കറ്റിൽ അതെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് ഇവിടെ നല്ല ലാഭത്തിന് കിട്ടും കേട്ടോ. അതായത് ചില സമയങ്ങളിലൊക്കെ എല്ലാം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പകുതിയുടെ പകുതി വിലയായിരിക്കും, ചിലപ്പോൾ പകുതി വിലയായിരിക്കും. അപ്പോൾ ഈ നിരത്തി വെച്ചേക്കുന്ന സാധനങ്ങൾക്കെല്ലാം പകുതി വില അല്ലെങ്കിൽ പകുതിയുടെ പകുതി വില അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ നല്ല പെർഫ്യൂമും കാര്യങ്ങളും ഇതൊക്കെ ഇന്ന് നല്ല ഓഫറിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പാരച്യൂട്ടിൻ്റെയൊക്കെ ക്രീമും തലയിൽ തേക്കുന്ന ക്രീമിനൊക്കെ 99 രൂപ. അതുമാത്രമല്ല പില്ലോ ബെഡ്ഷീറ്റ് എല്ലാത്തിനും പകുതി വില ഓഫർ പ്രൈസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്തായാലും നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് വേണമായിരുന്നു. അതും വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറി. ഹൈപ്പർ മാർക്കറ്റിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളത് ഇടിയപ്പ പൊടി, അപ്പത്തിൻ്റെ പൊടി, പിന്നെന്താണ് പുട്ട് എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളത് നോക്കിക്കേ നേരെ പോകുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോഴേ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് ക്രിസ്മസിനെ ഡെക്കറേറ്റ് ചെയ്യാൻ എല്ലാം ട്രീ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുവേ. എല്ലാം സൂപ്പറായിട്ടുണ്ടാണ്. അതേ നോക്കിയേ ഇത് ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന് ഞാനും എടുത്തു ഒരു ഫോട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നേരെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്തോ ആ പറയുന്ന മാതിരി നല്ല അടിപൊളി വിലയാണ്. നമുക്ക് സാധാരണക്കാർക്ക് ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ അതും പറയാം. പക്ഷേ സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് താനും. നമ്മുടെ ഇവിടെ ലുലു മാളിൽ വന്നു കഴിഞ്ഞാൽ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രം ആളുകൾ ഒതുങ്ങിക്കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. പക്ഷേ കാണാൻ എല്ലാവരും വരാറുണ്ട്. അപ്പോൾ സംഭവം നോക്കിക്കോ, എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് സാധനത്തിൻ്റെ വിലയും കൂടുതലാണ്. ഇത് നോക്കിക്കോ, സൂപ്പറല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ സ്റ്റാർ ഇതേ നോക്കിയോ, പല തരത്തിലുള്ള സ്റ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബെൽസ് അല്ലേ, നല്ല ജിങ്കിൾ ബെൽസ്, ആ ബെൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, പല രീതിയിലുള്ള സ്റ്റാറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നൈസായിട്ട് സ്കിപ്പ് അടിച്ച് നേരെ പോകുന്നത് നമുക്ക് കുറച്ച് കത്തിയും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിച്ചില്ല. എടുത്ത മാതിരി അവിടെ തന്നെ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എല്ലാ സാധനങ്ങളും തവി, ഞാൻ കാണാത്ത പല സാധനങ്ങളും സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുപോലെ പാനെന്ന് പറഞ്ഞാൽ മീൻ പൊരിക്കുന്ന പാന്, ചപ്പാത്തി ഉണ്ടാക്കുന്ന ദോശ, ഇനി ഗ്രില്ല് എല്ലാം എന്നാൽ നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാമേ. ഇത് നോക്കിക്കേ, എന്തുമാത്രം നോക്കിയ പാനുകളല്ലേ. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ചട്ടി വരെ, മീൻ ചട്ടി, ഭരണി എല്ലാം. അതുപോലെ നമ്മുടെ ഇഡലി പാത്രങ്ങൾ അല്ലാത്ത സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയും എല്ലാ സാധനങ്ങളും നോക്കിക്കേ എല്ലാം തന്നെ ഉണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ സേവനാഴി ഉണ്ടല്ലോ, ഇടിയപ്പം പിഴിയുന്നത് എല്ലാം ഉണ്ട്. കുറേ എണ്ണത്തിൻ്റെയൊക്കെ എന്താണെന്ന് പോലും എനിക്ക് തന്നെ മനസ്സിലായില്ല. പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റ്, കപ്പുകൾ, പിടിക്കപ്പ്, ഇതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിടിക്കപ്പ് നല്ലതാണ്. പിന്നെ നോക്കിക്കേ, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, 2 അങ്ങ് അടിച്ചാലോ. നോക്കിക്കോ, നല്ല വൈനിൻ്റെ കുപ്പികളാണ് കേട്ടോ. സോറി, വൈന് നമ്മൾ കുടിക്കത്തില്ലേ, ചെറിയ ചെറിയ ഗ്ലാസ്സുകൾ, ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടം വഴി പോവുകയാണെങ്കിൽ പോലും തട്ടിയിട്ട് പോലും ഈ സാധനങ്ങളൊന്നും നിങ്ങൾ തറയിട്ടേക്കരുത്. എൻ്റെ പൊന്നെ, ഭയങ്കര റേറ്റാണ്. നോക്കിക്കേ, സൂപ്പറല്ലേ? പിന്നെ വീട്ടിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വച്ചേക്കുന്ന കുറേ പാത്രങ്ങളുണ്ടല്ലോ. ഇതും വാങ്ങിച്ചോ, വേണമെങ്കിൽ ഒരു സെറ്റ് വാങ്ങിച്ച് അങ്ങ് വെച്ചോ, ഉപയോഗിക്കില്ലല്ലോ എന്തായാലും. അപ്പോൾ അത് പിന്നെ ഇനി കൃഷിയാണോ നിങ്ങളുടെ ഉദ്ദേശം? നോക്കിക്കോ, ബോട്ടാണിക്കൽ ഹെവൻ എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് ഒരുപാട് സാധനങ്ങൾ. ചട്ടി തൊട്ട് അതായത് നമ്മുടെ മീൻചട്ടി അല്ല കേട്ടോ, നമ്മുടെ ഈ ചെടി നടുന്ന ചട്ടി ഉണ്ടല്ലോ അത് തൊട്ട് അതിൻ്റെ വളം, അതുപോലെ തന്നെ എന്തെങ്കിലും ചെടിക്ക് എന്തെങ്കിലും കേടുപാടുകളോ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കെമിക്കലും കാര്യങ്ങളൊക്കെ, അതായത് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത. പിന്നെ ഇനി വിത്താണോ വേണ്ടെങ്കിൽ വിത്ത് ഉൾപ്പെടെ ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മാട്ടിയാണോ കിളയ്ക്കാൻ വേണ്ടി, മണ്ണ് കിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളെല്ലാം, അതുപോലെ തന്നെ അതിനെ വളരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. നേരെ പോയി കഴിഞ്ഞ്
നേരെ ഇറങ്ങി. ദേ നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു നൊസ്റ്റു അടിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ദാ ഇതേ സെയിം അല്ല കേട്ടോ, ഇതുപോലത്തെ ഒരുമായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതേ നോക്കിയാലറിയാം, കുഞ്ഞു കുഞ്ഞു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ ബുക്കുകളും ഉണ്ട് കേട്ടോ ഇവിടെ. അതുമാതിരി നല്ല ഡയറി 2026 വരാൻ പോവുകയാണ്, അതിന് പറ്റിയ ഡയറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാണാൻ ഭയങ്കര നമുക്ക് സേഫായിട്ട് വയ്ക്കാനായിട്ട് സിബും കാര്യങ്ങളൊക്കെ കൂടെയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ നോട്ട്സ്, ആർക്കെങ്കിലും മറവിക്കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം എഴുതി വെക്കാനായിട്ട് കുഞ്ഞു 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 നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഞാൻ പല നാളും ഞാൻ ഈ കണ്ടൊരു സംഭവമാണ് കേട്ടോ ഇത്. കടയിൽ എന്താണെന്നറിയാം, എന്തെങ്കിലും പറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇത് 5-6 വാങ്ങിച്ചു വെച്ചോ, ആവശ്യം വരും. അതന്നെ ആവശ്യം വരും. പണ്ട് നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ പറ്റ് ബുക്ക് എന്നൊക്കെ പറയില്ലേ, സംഭവം അത് തന്നെയാണ്. നോക്കിയേ, 2026 നല്ലൊരു അടിപൊളി ഡയറിയാണ്. ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും ഒന്നെങ്കിലും ഞാൻ എടുക്കുമെന്ന്. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് ഫയലുകൾ കേട്ടോ. ഈ ഫയലൊക്കെ ഇത്തിരി രൂപ കൂടുതൽ കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. സൂപ്പർ ക്വാളിറ്റിയിൽ നല്ല ക്വാണ്ടിറ്റി ഓഫ് എമൗണ്ടിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വയ്ക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഫയലൊക്കെ വച്ചിട്ടുള്ളത്. സൂപ്പറായിരുന്നു. ഇനി ഇത് നോക്കിക്കോ, നമ്മുടെ ഈ പഴയ കാലത്തെ നമ്മുടെ കോയിൻസൊക്കെ ഉണ്ടല്ലോ, ദേ ഇപ്പോൾ പോയേനെ. അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, കോയിൻസ് എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ 25 പൈസയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത്. അത് എല്ലാം ഉണ്ട്. അത് മാത്രമൊന്നുമല്ല, നോട്ടുകളും ഉണ്ട്. പിന്നെ ഇതൊന്നും എടുത്തുകൊണ്ട് പോയി ആരും ഉപയോഗിക്കുകയൊന്നും വേണ്ട, എല്ലാം ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് കണ്ടല്ലോ. പിന്നെ നമ്മൾ പോയത് ലുലു മാർക്കറ്റിൽ തന്നെ മീറ്റൊക്കെ ഉള്ള സ്ഥലത്താണ്. മട്ടനും ബീഫും അതുപോലെ തന്നെ ചിക്കനും കോഴിയും എല്ലാം ഉണ്ടായിരുന്നു. മസാല പുരട്ടിയതും മസാല പുരട്ടാത്തതും എല്ലാം ഉണ്ടായിരുന്നു. നോക്കി എന്നാ ഭംഗിയായി അമ്മമാരെ. പിന്നെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഒരുപാട് ഫ്ലേവറിൽ കാര്യങ്ങളിലൊക്കെ കാന്താരി ചിക്കൻ, പിന്നെ എന്തൊക്കെയോ പേരുകളിലൊക്കെ എന്തൊക്കെയോ മസാലയൊക്കെ നല്ല രീതിക്ക്, പിന്നെ എന്താ പലതരം കോഴികളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ പേരുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ ഗ്രേവി കൂടുന്ന അതിൻ്റെ ഒരു ഇത് അനുസരിച്ച് വില മാറും. നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ മീനാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാനൊന്ന് ഫ്ലോപ്പായിപ്പോയി. വലിയ കാര്യത്തിന് ഞാൻ എല്ലാ മീനും എടുക്കുന്നുണ്ട്. നെമ്മീൻ എല്ലാം ഉണ്ടായിരുന്നു. നെമ്മീൻ, അയല, മുള്ളൻ, പിന്നെ ഈ നമ്മുടെ ഇന്ത്യൻ ബാസ എന്നൊക്കെ പറയില്ലേ, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോളെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നൈസായിട്ട് അവിടെ നിന്ന് സ്കിപ്പായി. ഒരു ആപ്പിൾ ഉണ്ട്, നോക്കി ഒരുപാട് തരം ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പലതിനും പല റേറ്റാണ് കേട്ടോ. പിന്നെ ഇതേ ഇവിടെ കുറേ സാലഡുകളും, വെജിറ്റബിൾ സാലഡ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ സാലഡ്, പിന്നെ ഇതേ കുടിക്കാനുള്ള കുറേ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ. അതായത് ചില ആൾക്കാർ ഫ്രൂട്ട്സ് മാത്രം സാലഡായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതാ നോക്കി നിങ്ങൾക്കറിയാം, എല്ലാ ഫ്രൂട്ട്സും അവർ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗ്രാമിനനുസരിച്ചാണ് വില വരുന്നത്. ഇനി അതൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതുമാതിരി ഓരോ പിക്കിൾസ് ഉണ്ട്, എല്ലാ പിക്കിൾസും ഉണ്ട്. ചിക്കൻ ഉണ്ട്, മീനുണ്ട്, അതുപോലെ തന്നെ ബീഫുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉപ്പിലിട്ട ഐറ്റംസ് ആണ്. ഇതിൽ നിന്ന് ഞാൻ 2 ഉപ്പിലിട്ട സംഭവങ്ങൾ വാങ്ങിച്ചു, പൈനാപ്പിളും പേരയ്ക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ വേറെയും എന്തൊക്കെയോ സാലഡുകളാണ് കേട്ടോ. പല പല വെറൈറ്റി വെജിറ്റബിൾസിൻ്റെയും, അത് മാത്രമല്ല എന്തൊക്കെയോ ഈ മയോണൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതിൽ ആവശ്യമുള്ള ഒരുപാട് ബീട്രൂട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഒലീവ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പല ഫ്ലേവറിലുള്ള മയോണൈസുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. വെള്ളയും ഇതേ കണ്ടോ, ഇത്രയും സംഭവങ്ങൾ മയോണൈസ് നമുക്ക് തന്നെ എടുക്കാം. പിന്നെ നമ്മൾ അത് കൊണ്ടുവന്ന് ഗ്രാമിന് എത്രയാണോ ആ റേഞ്ചിനാണ് എടുക്കാറ്. അങ്ങനെയാണ്, സോറി തൊണ്ടുപോയി, അങ്ങനെയാണ് എടുത്തു കൊണ്ടുവരുന്നത്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ നമുക്കിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സദ്യ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം നമ്മുടെ ചോറ്, അതുമാതിരി തന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, പിന്നെ ദേ ഒരുപാട് കറികൾ, പായസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ നാടൻ മീൻകറി, നല്ല മുളകരച്ച മീൻകറി, മുളകിട്ട മീൻകറിയും, പിന്നെ അല്ലാതെ എന്തൊക്കെയോ സാധനങ്ങൾ, മീനിൽ തന്നെ എന്തൊക്കെയോ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ പോയി കഴിഞ്ഞാൽ അതെ നമ്മുടെ ചിക്കൻ്റെ പരിപാടികളുണ്ട്. എന്താ പറയുക, പച്ച, ചുവപ്പ് എല്ലാ കളറിലും ചിക്കന്മാരെയും അവർ സെറ്റാക്കി വെച്ചിരുന്നു, ദൈവമേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേ ബിരിയാണീൻ്റെ ഐറ്റംസ്, പിസ്സകൾ കണ്ടോ, ഒരുപാട് വെറൈറ്റി പിസ്സയുണ്ട്. നമ്മുടെ അതേ കോഴിയെ നിർത്തി പൊരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുമാതിരി നിർത്തി പൊരിച്ച് പല പല ഫ്ലേവറിലും ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരിക്കൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
കൊള്ളാം, കുഴപ്പമില്ല, കഴിക്കാം കേട്ടോ. പിന്നെ നേരെ ഞാൻ അവിടുന്ന് വീണ്ടും പുറത്തേക്ക് ദേ കണ്ടോ ക്രിസ്മസിന് പ്രധാനപ്പെട്ട സാധനം വൈൻ, വൈൻ, വൈൻ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ദൈവമേ! കയ്യിൽ നിന്നെങ്ങാനും വിട്ടുപോയി കഴിഞ്ഞാൽ തീർന്നു. എടുത്ത മാതിരി ഞാൻ അങ്ങനെ തന്നെ വെച്ചു. 469, 449 അങ്ങനെ റേറ്റുകളാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ നിരത്തി അങ്ങ് വച്ചേക്കുകയാണ്. അതിലോട്ട് നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പ്ലം കേക്കും ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് വില കുറഞ്ഞ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലോട്ട് ഒരുപാട് ഫ്ലേവറിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ച 2 സാധനങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഉപ്പിലിട്ട പേരയ്ക്കയും പൈനാപ്പിളും. സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് ആയി. വെറുതെ പൈസ കൊണ്ട് കളഞ്ഞു. ഒരു വകയ്ക്ക് കൊള്ളൂലായിരുന്നു. തികഞ്ഞു എന്ന് പറഞ്ഞു. അതിൻ്റെ സങ്കടത്തിൽ ഞാനും പോയി ഒരു KFC അങ്ങോട്ട് വാങ്ങിച്ചു. KFC അല്ല വാങ്ങിച്ചത്. നമ്മുടെ പൊറോട്ടയ്ക്കകത്ത് നല്ല ഈ KFCയുടെ ചിക്കനും വച്ച് പിന്നെ കുറച്ച് മയോനൈസ്, ചീസ്, പിന്നെ സോസ്, പിന്നെ കുറേ പച്ചക്കറി എല്ലാം കൂടെ വെട്ട് ഒന്ന് റോൾ ചെയ്തപ്പോൾ അത് റാപ്പായി. 99 രൂപയ്ക്ക് ഇത് കുഴപ്പമില്ല വർത്താണ്. പിന്നെ ആ 1 രൂപ എന്തിനാ കുറച്ചതെന്ന് അവർക്കും അറിയില്ല, എനിക്കും അറിഞ്ഞൂടാ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സ്ഥലം കാലിയാക്കി നേരെ പോയത് നമ്മുടെ പഴവങ്ങാടി, തിരുവനന്തപുരം പഴവങ്ങാടി. സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെ മഹാബോളിയിലോട്ടാണ് കേട്ടോ പോയത്. മഹാബോളി നമ്മുടെ ബോളി കിട്ടുന്ന നല്ല, അതായത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമാണ് നമ്മുടെ ബോളിയും പാൽപ്പായസവും. അവിടെ പോയിട്ട് നമ്മൾ പാലട ഉണ്ടായിരുന്നു, അതുപോലെ ശർക്കര പായസം, അതുമാതിരി അരിപ്പായസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പാലടയും വാങ്ങിച്ചു, അതുപോലെ ബോളിയും വാങ്ങിച്ച് നേരെ തിരിച്ചു പോയി. പിന്നെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കുഴിമന്തി കഴിക്കണമെന്ന്. സംഭവം കഴിച്ചു, കുഴപ്പമില്ല, എനിക്ക് വലിയ അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഹൈപ്പ് എടുക്കാനും കൂടെ സബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റാ.